പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ ഫുഡാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോറിൽ ചെന്നാൽ ബുധനാഴ്ച ഓഫറുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഏകദേശം. നമ്മൾ എത്ര വലിയ കോളിഫ്ലവർ എടുത്താലും ചെറുതെടുത്താലും ഇതിന് ഏകദേശം 31 രൂപയാകത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഒരെണ്ണം എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ വലിയ ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒരു ചരുവത്തിൽ വെള്ളമായിട്ട് ഇട്ട് വെച്ച ശേഷം നമ്മുടെ ഈ കോളിഫ്ലവർ അതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് ഒടിച്ചു അല്ലെങ്കിൽ കത്തി വെച്ച് മുറിച്ചും ഒക്കെ നമുക്ക് ഇടാം. അങ്ങനെ ഇട്ട ശേഷം കുറേ സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. കാരണം ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നല്ലപോലെ വിഷമൊക്കെ അടിച്ചായിരിക്കും. ഉപ്പും മഞ്ഞൾ കൂടി ഇട്ടാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോളിഫ്ലവർ ആവി വേവിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ കോളിഫ്ലവർ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഞാനിങ്ങനെ പിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ബുധനാഴ്ച പോകുമ്പോൾ വേറെയും കുറേ ഓഫറുണ്ട് കേട്ടോ. മോറിൽ ചീര 15 രൂപയ്ക്ക് ഒരു കിട്ട ചീര, അതുപോലെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കോളിഫ്ലവർ റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം പാൻ എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളിഫ്ലവറിനെ നമ്മൾ പെറുക്കി എല്ലാത്തും ഇടുക. അതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കുരുമുളക് പൊടി നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളത് അടച്ചു വെക്കും. കുറേ സമയത്തേക്ക് നമ്മളിത് അടച്ച് വെച്ച് നന്നായിട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും കോളിഫ്ലവർ നന്നായിട്ട് ഒരു ബോയിലായി നല്ലപോലെ വെന്തിരിക്കും. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ റെഡിയാക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതിപ്പോൾ വെന്തുകൊണ്ടിരിക്കും. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വായൊക്കെ പൊള്ളിപ്പോയി. എന്നാലും ഞാൻ കഴിക്കാൻ ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മുഖത്ത് നല്ല എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ കോളിഫ്ലവർ ചെറുതായിട്ട് വെന്ത് പിന്നെ അടുപ്പത്ത് ഒന്നുകൂടെ ആവി കയറ്റാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവറിനെ പറ്റിയുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിൽ കേൾപ്പിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ഡയറ്റ് ഫുഡിലേക്ക് കഴിക്കും. നമ്മൾ മുട്ട നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം ചീനിച്ചട്ടിയിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വെച്ചാൽ ഉണ്ടാക്കുന്നത് നല്ല കോഴിമുട്ട നമ്മൾ അത് വറുത്തെടുത്തിട്ട് നമ്മൾ എൻ്റെ കറക്റ്റ് അളവിലുള്ള ഫുഡ് ഞാൻ കഴിക്കും. അപ്പം കറികളൊക്കെ ഏകദേശം റെഡിയായി. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. എൻ്റെ കറക്റ്റ് അളവിലുള്ള പാത്രത്തിലുള്ള ചോറും പഴവളങ്ങ തോരനുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിളാണ്, അത് നല്ല ഹെൽത്തി ഫുഡ്. അതും പിന്നെ മുട്ട വറുത്തതും കോളിഫ്ലവർ ആവി വേവിച്ചതും പിന്നെ ഇച്ചിരി മീൻകറി കഴിച്ചു കേട്ടോ. ഇച്ചിരി മീൻചാറില്ലാതെ ഭക്ഷണം ഇറങ്ങില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ മീൻചാറൊക്കെ കൂട്ടി കോളിഫ്ലവറൊക്കെ കൂട്ടി പിന്നെ സത്യം പറഞ്ഞാൽ നല്ല ബുമ്മെന്നായി ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിലൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഡയറ്റ് ഫുഡ് കഴിക്കുന്നത്. കുറച്ച് കാർബോഹൈഡ്രേറ്റ് എടുത്തിട്ട് ബാക്കി വെജിറ്റബിൾസും പ്രോട്ടീനും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബോഡിയൊക്കെ നമുക്ക് ഫിറ്റാക്കി നിർത്താം. വർക്കൗട്ടും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഭംഗിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. മൊത്തത്തിൽ കുളമാക്കി കഴിക്കുക. അപ്പുറത്ത് മാങ്ങാപ്പുളിശ്ശേരി ഇരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും കഴിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൈജേട്ടുമായിട്ട് പിണങ്ങിയതുകൊണ്ട് ഞാൻ ഷൈജേട്ടുണ്ടാക്കി ചിക്കൻ കറി എടുത്ത് കഴിച്ചില്ല, മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ